ഹായ് ഓൾ 2026 ബാങ്ക് എക്സാംസിലെ 2 പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള 2 അപ്ഡേറ്റുകളാണ് ഇന്നിപ്പോൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു അപ്ഡേറ്റ് നമുക്ക് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം ഈ 2024 വരെ RRB എക്സാംസ് ആയിരുന്നു, റീജിയണൽ റൂറൽ ബാങ്ക് എക്സാംസ് ആയിരുന്നു നമുക്ക് ഏറ്റവും ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2025 നമ്മൾ RRB ആണ് ആദ്യം എക്സ്പെക്ട് ചെയ്തതെങ്കിലും നമുക്ക് വന്നത് എന്തായിരുന്നു? IBPS PO എക്സാംസ് ആയിരുന്നു. RRB ക്ലർക്ക് എന്ന് പറയുന്നത് RRB PO RRB ക്ലർക്ക് എക്സാംസ് ഏറ്റവും ലാസ്റ്റത്തേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്, ഈ ഒരു ഇംപ്ലിമെന്റേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു അപ്ഡേറ്റ് പ്രകാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം RRB ക്ലർക്ക് അല്ലെങ്കിൽ RRB PO കിട്ടിയ ഒരു സ്റ്റുഡൻറ്റ് എപ്പോഴും ഹയർ ഓപ്ഷൻസ് നോക്കിയിട്ട് IBPS PO അല്ലെങ്കിൽ IBPS ക്ലർക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് SBI PO അല്ലെങ്കിൽ SBI ക്ലർക്ക് വേക്കൻസീസ് വരുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യും. അങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് കിട്ടുമ്പോൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ജോലി സ്വിച്ച് ചെയ്യുന്നൊരു പ്രവണത കൂടി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ RRB എക്സാംസ് RRB ബാങ്കുകളിൽ, റീജിയണൽ റൂറൽ ബാങ്കുകളിൽ ഒത്തിരി സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റാഫ് ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, RRB എക്സാംസ് ലാസ്റ്റത്തേക്ക് മാറ്റിയിട്ടുള്ളത്. IBPS എക്സാംസ് തുടക്കത്തിലും അതിനു മുന്നേ SBI എക്സാംസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളൂ. ഇനിയുള്ള എക്സാംസ് എപ്പോഴും ആദ്യം SBI എക്സാംസ് ആയിരിക്കുമെന്ന് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. SBI എക്സാംസ് ആയിരിക്കും ആദ്യം, അത് കഴിഞ്ഞ് SBI ക്ലർക്ക് വരുന്നുണ്ടായിരിക്കും, അത് കഴിഞ്ഞ് വരുന്നത് IBPS PO എക്സാംസ് ആയിരിക്കും, അത് കഴിഞ്ഞ് വരുന്നത് IBPS ക്ലർക്ക്, പിന്നീട് മാത്രമായിരിക്കും റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ എക്സാംസ് വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇതിലൂടെ, ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും റിസൾട്ട് വന്നിരുന്നത് April 1 ആയിരുന്നു. IBPS PO, IBPS ക്ലർക്ക്, IBPS SO ഇങ്ങനെയുള്ള എക്സാംസിൻ്റെ എല്ലാ റിസൾട്ട് വന്നിരുന്നത് April 1 ആയിരുന്നു. ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല എന്നുകൂടി നമുക്ക് ഇതിലൂടെ അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ SBI കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് വരും. അതിലേക്കുള്ള ജോയിനിങ് എല്ലാം, റിക്രൂട്ട്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും IBPS POൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും അതിൻ്റെ ഒരു റിസൾട്ട് കാര്യങ്ങൾ റിക്രൂട്ട്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. RRB എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ എന്തായിരിക്കും IBPSൻ്റെയും IBPS ക്ലർക്ക് SBIൻ്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, ജോലി വിട്ടിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് പോകുന്നൊരു പ്രവണത കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയുന്നതിന് മുന്നേ, സെക്കൻഡ് അപ്ഡേറ്റ് പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ SBIൻ്റെ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചെയർമാൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 16,000 വേക്കൻസികൾ ഇയർലി വിളിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നവംബർ ആദ്യം സമയത്ത് തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഒരു 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം, അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ചെയർമാന്റെ സൈഡിൽ നിന്ന്. 3500 ഓഫീസർ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് 5 മാസത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമുക്കിനി ഉറപ്പിച്ച് പറയാം SBI PO വരുന്ന 4 മാസത്തിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് SBI ക്ലർക്കും എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ പുറകെ IBPS POയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ. നമുക്കറിയാം ബാങ്ക് എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്പീഡും ആക്യുറസിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ ഒരു 10 ദിവസത്തിലോ 15 ദിവസത്തിലോ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമുക്കറിയാം ബാങ്ക് എക്സാംസ് ആൻസർ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാത്സ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10-15 സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആൻസർ സോൾവ് ചെയ്ത് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ലൊരു പ്രാക്ടീസ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ടൈം എടുത്ത് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആ സെക്കൻഡ് അപ്ഡേറ്റ് എന്താണെന്ന് കൂടി പറയാം. നമുക്ക് PSCയിലും SSCയിലൊക്കെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കീസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു.
പക്ഷേ ബാങ്ക് എക്സാംസിൽ നമുക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ബാങ്ക് എക്സാംസിൻ്റെ ആൻസർ കീ എന്താണെന്നോ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നോ ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നമുക്ക് ആൻസർ കീസും കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് കറക്റ്റ് ആൻസർ കീസ് നമുക്കിനി 2026-27 എക്സാമുകളിൽ നമുക്കിനി ലഭ്യമായിരിക്കും എന്ന് കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റ് പറയുന്നത്. അപ്പം നമുക്കിനി പഠിക്കേണ്ട സമയമാണ്. പുതിയ വർഷം വരികയാണ്, 2026 വർഷം തുടങ്ങുകയാണ്. അതിനു മുന്നേ തന്നെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 2026 നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണ്. തുടക്കം മുതലേ നമുക്ക് എക്സാംസ് ആണ്. വരുന്ന ഒരു ഏപ്രിലോട് കൂടി നമുക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വർഷം മുഴുവൻ എക്സാംസ് ഉണ്ട്. പിന്നെ മറ്റൊരു സെക്ടറാണ് ഇൻഷുറൻസ് സെക്ടർ. വളരെ ഗ്രോയിങ് ആയിട്ടുള്ള, വളരെ ഗ്രോത്ത് കാണിക്കുന്നൊരു സെക്ടറാണ് ഇപ്പോൾ ഇൻഷുറൻസ് സെക്ടർ. നമുക്ക് ഈ 2025 വർഷം തന്നെ നോക്കിയാൽ നമുക്കറിയാം ഒത്തിരി വേക്കൻസീസ് LIC, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, NICL, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള എക്സാംസ് എല്ലാം തന്നെ ഈ ഒരു ടൈം പീരീഡിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാംസിനൊന്നും പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പലർക്കും. കാരണം എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു. ഒത്തിരി പെട്ടെന്നാണ് നോട്ടിഫിക്കേഷൻസ് വന്നു പോയത്. ഇതെല്ലാം തന്നെ എപ്പോഴാണ് നടന്നിട്ടുള്ളത്? IBPS എക്സാംസിന്റെ ഇടയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയധികം നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വർഷം വളരെയധികം വേക്കൻസീസ് ആണ് ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഈ വർഷവും 2026 നമുക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസ് എക്സാംസുകളും IBPS എക്സാംസുകളും SBI എക്സാംസുകളും പിന്നെ റെഗുലേറ്ററി ബോഡികൾ നമ്മുടെ NABARD, SEBI എല്ലാം തന്നെ ഈ വർഷവും വിളിച്ചിട്ടുണ്ടായിരുന്നു. RBI എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ അടുത്ത കൊല്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. 2026 ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഈ ഒരു സമയത്ത് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ 2026 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 2026 ആദ്യ പകുതിക്കുള്ളിൽ തന്നെ നിങ്ങളൊരു ബാങ്കർ ആയിട്ടുണ്ടായിരിക്കും. എനിക്കത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് 2026-27 നിങ്ങൾക്ക് എന്താണ് ഒരു ബാങ്കറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയം നല്ലപോലെ യൂസ് ചെയ്യുക. ഇപ്പോൾ പഠിച്ചു തുടങ്ങാനായിട്ട് ബെസ്റ്റ് ടൈമുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻട്രിയിൽ ഫ്യൂച്ചർ ഫെസ്റ്റ് കൂടി നടക്കുകയാണ്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് നമ്മുടെ ബാങ്ക് SSC കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ബാങ്കിന് അപ് ടു 40% വരെയാണ് നമുക്കിപ്പോൾ ഓഫർ ഉള്ളത്. അപ്പോൾ ഈ കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങുക, ബെസ്റ്റ് ടൈമാണ്. പുതിയൊരു തുടക്കം കൂടിയാവും. അപ്പോൾ വേഗം തന്നെ കൂടുതൽ കോഴ്സിൻ്റെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിക്കുക. 77-361-22215 എന്നൊരു നമ്പറിൽ വിളിക്കുക. ഈ നമ്പറിൽ വിളിച്ച് കോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എക്സാംസിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.